പാരിസ്ഥിതിക ആശങ്കകൾക്ക് ഒരു ഭരണകൂടം ഇത്രമേൽ ഹൃദയം കൊണ്ട് പ്രതികരിച്ച അനുഭവം മറ്റൊരു ദേശത്തും ഉണ്ടായിട്ടില്ല. നവകേരളം കർമ്മ പദ്ധതിക്ക് കീഴിൽ 2016 തുടക്കം കുറിച്ച ഹരിത കേരളം മിഷൻ പാരിസ്ഥിതിക സുസ്ഥിരമായ നവകേരളത്തിനായുള്ള ഈ നാടിൻ്റെ നെഞ്ചുറപ്പുള്ള പ്രതികരണമായിരുന്നു. നദികളെ സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഗോത്രത്തലവൻ നടത്തിയ ആഹ്വാനത്തോട് 44 നദികളുള്ള ഈ ഹരിതഭൂമിയുടെ പ്രതികരണം. നമ്മുടെ വാസസ്ഥലങ്ങൾക്ക് തീപിടിക്കുമ്പോൾ അതിന് ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്താൻ കഴിയാത്ത വിധം ചെറിയവരല്ല ഒരാളും ഒരു പ്രദേശവും എന്ന് ഒരു കൗമാരക്കാരി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് രാജ്യത്തിൻ്റെ 1% മാത്രം വിസ്തൃതിയുള്ള ഒരു പ്രദേശം ഹൃദയപൂർവ്വം ഏറ്റെടുത്തിട്ട് പ്രതികരണം. വെള്ളം, വൃത്തി, വിളവ്, ഹരിത കേരളം മിഷൻ്റെ മുദ്രാപദങ്ങൾ. കഴിഞ്ഞ 1 ദശകത്തോളം കാലമായി കേരളം ആവർത്തിച്ചുറപ്പിച്ച പദങ്ങൾ. ആ വാക്കുകളുടെ ശക്തി ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാണ് നവകേരളത്തിൻ്റെ ഹരിത മുന്നേറ്റം നടന്നത്. ഏത് ജലസ്രോതസ്സിൽ നിന്നും കൈക്കൊമ്പിളിൽ വെള്ളം കോരിയെടുക്കാൻ തോന്നുന്ന മലിനമാകാത്ത വായുവും മണ്ണുമുള്ള സുരക്ഷിത ഭക്ഷണം കൃഷി ചെയ്തുണ്ടാക്കുന്ന കാലാവസ്ഥാ മാറ്റത്തിനെ പ്രതിരോധിക്കുന്ന ഒരു നവകേരളമാണ് നമ്മൾ സ്വപ്നം കണ്ടത്. ഹരിത കേരളം മിഷൻ പ്രവർത്തനങ്ങൾ 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ആ സ്വപ്നങ്ങളിലേക്ക്, ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ ഏറെ മുന്നേറിയെന്ന് അഭിമാനത്തോടെ വിലയിരുത്താനാവും. ജനകീയതയിലൂന്നി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയിൽ വകുപ്പുകളെയും ഏജൻസികളെയും ഏകോപിപ്പിച്ച് കേരളം നടത്തിയ ഈ മുന്നേറ്റത്തിന് രാജ്യത്തെവിടെയും സമാനതകളില്ല. നമ്മൾ ഒന്നിച്ച് നടത്തിയ ആ ഹരിത മുന്നേറ്റത്തിൻ്റെ നാൾവഴികൾ അടയാളപ്പെടുത്താനും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാനായി അവയെ പുതുക്കിയെടുക്കാനുമുള്ള ഊർജം ആവാഹിക്കാനുമാണ് 3 ദിവസങ്ങളിലായി ഈ ദേശീയ പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹരിത കേരളം മിഷൻ ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ ടീച്ചറെ ക്ഷണിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള രാജ്യസഭാ MP ശ്രീ എ റഹീം, ഇനി വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാർ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ 10 വർഷത്തെ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഭാവിയിലേക്കുള്ള പരിപ്രേക്ഷ്യം കരിപ്പിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് സഹായകരമായ രീതിയിൽ ഈ സംവാദത്തെ ഫലപ്രദമാക്കുന്നതിനായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മുൻ പ്രതിനിധികൾ, അതേ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകരുടെ പ്രതിനിധികൾ, ഹരിത കേരളം മിഷൻ്റെ ഗ്രീൻ അംബാസഡർമാരായിട്ടുള്ള ചെറുപ്പക്കാർ, നമ്മുടെ കുട്ടികൾ, ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ, ഹരിത കർമ്മസേനാംഗങ്ങൾക്കിടയിൽ നടത്തിയ ചോദ്യോത്തര മത്സരത്തിൽ പങ്കാളികളായി വിജയികളായി ഇവിടെ എത്തിയിട്ടുള്ള സുഹൃത്തുക്കൾ, വിവിധ ഗവേഷണ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തുനിന്നും എത്തിയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ, പരിസ്ഥിതി പ്രവർത്തകർ എന്നിങ്ങനെ വളരെ വൈവിധ്യമുള്ള ഒരു സദസ്സാണ് ഈ സമ്മേളനത്തിനായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ 18 സെഷനുകളിലായി 73 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. വളരെ തിരക്കിനിടയിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റുള്ളവരെല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് വിശദാംശങ്ങൾ, നമ്മളിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്ന നിരവധി ചർച്ചകളുണ്ട്, അതൊക്കെ എല്ലാവരും പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഹരിത കേരളം മിഷൻ്റെ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിൽ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ കാലത്തും ഊർജവും ദിശാബോധവും നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് കണ്ണൂരിലെ കാനാമ്പുഴ പുനരുജ്ജീവനത്തിൻ്റെ ഭാഗമായി വീണ്ടെടുത്ത കൃഷിയിടത്തിലെ അരി നൽകിക്കൊണ്ട് കുടുംബശ്രീയുടെ കർഷകയായിട്ടുള്ള സരസ്വതി സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ അധ്യക്ഷനാകേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം വരുന്നതുവരെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള
ശ്രീ MP രാജ്യസഭാ MP ശ്രീ എ റഹീമിനോട് അധ്യക്ഷത വഹിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ആവേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന, രാജ്യസഭയിൽ കേരളത്തിൻ്റെ ശബ്ദമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ എ റഹീം MPക്ക് സ്വാഗതം ആശംസിക്കാനായി തിരുവനന്തപുരത്തെ മുതാക്കൽ പിരപ്പമൺകാടിലെ അരി നൽകിക്കൊണ്ട് പാടശേഖര സമിതിയുടെ പ്രതിനിധി സ്വീകരിക്കുന്നു. ഈ വേദിയിൽ നമുക്കൊപ്പം സംസ്ഥാന പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതിനായി ശ്രീ KN ബാലഗോപാൽ ബഹുമാന്യമായിട്ടുള്ള ധനകാര്യമന്ത്രി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അസംബ്ലി നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് കൂടി ഉള്ളതുകൊണ്ട് ശ്രമിക്കാം എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രകാശിപ്പിക്കുന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഹരിത കേരള മിഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വകുപ്പായിട്ടുള്ള PIMDയുടെ സെക്രട്ടറി, പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പിൻ്റെ സെക്രട്ടറി ഡോക്ടർ വീണ N മാധവൻ IAS എത്തിയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി ഡോക്ടർ വീണ മാധവൻ IASനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാർ, ജലവിഭവ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രിയും ശ്രീ P പ്രസാദും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടിയും എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ അഭാവത്തിലും അവർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് നമുക്കൊപ്പം 4 വിശിഷ്ട അതിഥികളുള്ളത് ചെറുപ്പക്കാരായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നമുക്ക് ആവേശം നൽകുന്ന 4 ചെറുപ്പക്കാരികളുടെ സാന്നിധ്യമുണ്ട്. കുമാരി ലിസിപ്രിയ കംജും, അവർ കാലാവസ്ഥ പരിസ്ഥിതി പ്രവർത്തകയാണ്. ദ ചൈൽഡ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകയാണ്. ഐ എക്സ്റ്റെൻഡ് വെരി വാം വെൽക്കം ടു കുമാരി ലിസിപ്രിയ കംജും ടു ദിസ് കോൺഫറൻസ്. രണ്ടാമത്തെയാൾ റിധിമ പാണ്ഡെയാണ്. അവർ പരിസ്ഥിതി പ്രവർത്തകയാണ്. മദർ തെരേസ സാമൂഹ്യനീതി മെമ്മോറിയൽ അവാർഡ് ജേതാവാണ്. ഐ എക്സ്റ്റെൻഡ് വെരി വാം വെൽക്കം ടു റിധിമ പാണ്ഡെ ടു ദിസ് കോൺഫറൻസ്. കുമാരി പ്രസിദ്ധി സിംഗ് പരിസ്ഥിതി പ്രവർത്തകയാണ്. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ അവാർഡ് ജേതാവാണ്. ഐ ഹാർട്ട്ലി വെൽക്കം ശ്രീമതി കുമാരി പ്രസിദ്ധി സിംഗ് ടു ദിസ് കോൺഫറൻസ്. അവർക്കൊപ്പം നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള KP ദേവികയുണ്ട്. ദേവിക ഇതിനകം തന്നെ 800ഓളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിരവധി പരിസ്ഥിതി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള കോഴിക്കോട് കുമാരി ദേവികയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കിലയുടെ ഡയറക്ടർ ജനറൽ ശ്രീ നിസാമുദ്ദീൻ IAS അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് ഡയറക്ടർ ശ്രീ മുഹമ്മദ് ഷഫീഖ് IAS അവരെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുനിൽ പാമിടി IFS ഡയറക്ടർ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. MGNREGSൻ്റെ ഡയറക്ടർ ശ്രീ രഞ്ജിത്ത് IAS അവരെ സ്വാഗതം ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ CWRDM ഡോക്ടർ മനോജ് P സാമുവലിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള മുൻ ജനപ്രതിനിധികൾ, ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകർ, കർഷക സുഹൃത്തുക്കൾ തുടങ്ങി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ളത്. അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നെറ്റ് സീറോ കാർബൺ പദവി നേടിയിട്ടുള്ള 7 സ്ഥാപനങ്ങളെ ഇന്ന് പുരസ്കാരം നൽകുന്നുണ്ട്. ആ പുരസ്കാരം ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെയും അതുപോലെ തന്നെ നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലിൻ്റെ അടക്കമുള്ള മുഴുവൻ പ്രതിനിധികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മിനിസ്ട്രി, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പരിസ്ഥിതി മിനിസ്ട്രിയിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ശ്രീമതി രുചിക ദ്രാൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി ഐ എക്സ്റ്റെൻഡ് മൈ വാം വെൽക്കം ടു ശ്രീമതി രുചിക. അതുപോലെ മാധ്യമപ്രവർത്തകർ നല്ല സഹകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരെയും ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഊർജ്ജവും പിന്തുണയുമായി നിൽക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഹരിത കേരള മിഷൻ്റെ സംസ്ഥാന പ്രവർത്തനങ്ങളെ ആധികാരികമാക്കി തയ്യാറാക്കിയ പുസ്തകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമതി വീണ മാധവന് നൽകി പ്രകാശനം ചെയ്യുന്നു.
ദേശീയ പരിസ്ഥിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ സാദരം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, at the outset, let me extend a warm welcome to all of you to Kerala, God's own country. I hope the time that you spend here will be both fruitful and inspiring, marked by meaningful discussions and productive deliberations. Kerala stands at the forefront among Indian states in several key areas. These achievements have placed us consistently at the top of the Human Development Index in India. However, despite these accomplishments, we recognize that there is always room for improvement, especially in the areas of environmental protection and sustainability. We must strive to make use of more efficient tools, innovative techniques, and effective strategies to preserve and protect our environment. This conference will mark a significant step in the direction. I sincerely hope that each one of you, as participants in this important gathering, will make valuable contributions and leave your mark on the discussions and outcomes. നമ്മുടെ ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം തന്നെ കേരളത്തെ സംബന്ധിച്ചും മറ്റു പ്രദേശങ്ങളെ സംബന്ധിച്ചും വലിയ പ്രാധാന്യമുള്ളവയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ ശോഷണം, അതേപോലെ തന്നെ ജലവായു മലിനീകരണം. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ കാലം നേരിടുകയാണ്. ഇത്തരം വെല്ലുവിളികളെ നേരിടുന്നതിനായി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഒരു വേദിയിൽ കൊണ്ടുവരാനും കൂട്ടായ ചർച്ചകളിലൂടെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ സമ്മേളനം. വിവിധ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നിരവധി ചർച്ചകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും സർക്കാർ ഇടപെടലുകൾ വേണ്ടവ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്നാണ് കരുതുന്നത്. പലപ്പോഴും പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ ലോകത്തെങ്ങും എന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. ഈ വിധത്തിൽ പരിസ്ഥിതിക്കേറ്റ ആഘാതത്തിൻ്റെ ഫലമായി ആഗോളതാപനം ക്രമാതീതമായി വർദ്ധിച്ചു. കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിലുണ്ടായി. അതിൻ്റെയെല്ലാം ദൂഷ്യവശങ്ങളാണ് ഇപ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആഗോളതാപനം എങ്ങനെ കുറക്കാം, ഈ ചിന്തക്കൊപ്പം അതിനായി എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാം എന്ന നിലക്കുള്ള ചർച്ചകൾ കൂടി ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം ചർച്ചകളിൽ ഉണ്ടാകുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നാടിന് സഹായകമാകും. ഇപ്പോൾ കേരളം വലിയ തോതിലുള്ള വികസന മുന്നേറ്റ പാതയിലാണ് എന്ന് നമുക്കറിയാം. പരിസ്ഥിതിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വികസന പദ്ധതികൾ വിഭാവനം ചെയ്യാനാണ് നാം ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിനാകെ സുസ്ഥിര വികസന മാതൃക എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ മെട്രോ മുതൽ വയനാട് തുരങ്കപാത വരെ അത്തരം പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 2016
LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സുസ്ഥിര വികസനത്തിനാണ് പ്രാധാന്യം നൽകിയത്. വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതിനൊപ്പം ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ പ്രകൃതിയെയും പ്രകൃതി സമ്പത്തുകളെയും കരുതി വെക്കുക എന്നതുകൂടി നാം ലക്ഷ്യം വെച്ചു. അതുകൊണ്ടാണ് 2016 ഹരിത കേരള മിഷന് രൂപം നൽകിയത്. ആ കാലത്ത് കേരളം രൂപം നൽകിയ 4 മിഷനുകളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ഹരിത കേരള മിഷൻ. നമ്മുടെ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനായി ഇത്രയും വിപുലമായൊരു മിഷൻ സംവിധാനം പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമായി കേരളം മാറി. വെള്ളം, വൃത്തി, വിളവ് എന്ന ലളിതമെങ്കിലും അത്യന്തം ഗൗരവമുള്ള ഹരിത കേരള മിഷൻ്റെ മുദ്രാവാക്യം നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഇന്ന് സുപരിചിതമാണ്. ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനത്തിലൂടെ വലിയ മാറ്റമാണ് കേരളത്തിൽ പൊതുവിലുണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. നേരത്തെ ചിലയിടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാതെ മൂക്കമർത്തി പിടിച്ചു പോകും. അങ്ങനൊരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം മാലിന്യം ഒന്നുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥിതിയെ മാറ്റാൻ നമുക്ക് കഴിയും. വലിയ തോതിലുള്ള മുന്നേറ്റമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചപ്പോൾ വെള്ളം, ഏത് നീർറോവിലുള്ള വെള്ളവും ശുദ്ധമാകണമെന്ന കാഴ്ചപ്പാടോടെയാണ് ആ രംഗത്ത് നമ്മൾ ഇടപെട്ടത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ചില നദികൾ തന്നെ ഇല്ലാതായിപ്പോയിരുന്നു. ആ നദികൾ വീണ്ടെടുക്കുന്ന പ്രവർത്തനം ജനങ്ങൾ സ്വയമേവ മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ പങ്കാളികളാകുന്ന അവസ്ഥ, ഇതൊക്കെ വലിയ മാറ്റം കേരളത്തിൽ സൃഷ്ടിച്ചതാണ്. അതിൻ്റെ ഒട്ടേറെ വിശദാംശങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് നിങ്ങൾ. കുറേ അധികം എനിക്ക് പറയാനുമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിക്ക് പെട്ടെന്നൊന്ന് പോകേണ്ട കാര്യമുണ്ട്. ഏതായാലും ഹരിത കേരള മിഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തി റിസൾട്ട് കാണിച്ചിട്ടുള്ള ഒന്നാണ്. അതിനിടയാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനങ്ങളും നല്ലതുപോലെ പിന്താങ്ങിക്കൊണ്ട് ഇടപെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ പച്ചത്തുരുത്ത് അത് വലിയ തോതിലുള്ള ഇടപെടലാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇനിയും നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണം. അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ നിർദ്ദേശങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി നെറ്റ് സീറോ കാർബൺ പദവിയിലെത്തിയ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാര വിതരണം നിർവഹിക്കാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. പുരസ്കാരം ഏറ്റുവാങ്ങാൻ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം കണ്ണൂർ, നിംസ് മെഡിസിറ്റി ഫേസ് 2 ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകര എന്നിവരെ ക്ഷണിക്കുന്നു. പരിസ്ഥിതി സംഗമത്തിലെ യുവശബ്ദങ്ങളായി ലിസി പ്രിയാദേവി കങ്കുജം,
പ്രസിദ്ധി സിംഗ്, റിതിമ പാണ്ഡെ, ദേവിക KP എന്നിവർക്ക് മുഖ്യമന്ത്രി പുരസ്കാരം നൽകുന്നു. ഹരിത കേരളം മിഷൻ പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി 14 ജില്ലകളിൽ നിന്നും പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പ്രകാശനവും ശ്രീ റഹീം MP നിർവഹിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരെ, പ്രിയപ്പെട്ടവരെ, ഇതിനുശേഷമുള്ള മറ്റൊരു സെഷനിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് യാദൃശ്ചികമായി വന്ന ഒരവസരമായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അസാധ്യമായതൊന്നുമില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യം. അത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനകം അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അസാധ്യമായതൊന്നുമില്ല എന്നത്. നോക്കൂ, 1,00,000 കിലോമീറ്റർ വാട്ടർ ബോഡിയാണ്, നീർച്ചാലുകളാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. 30,000-ഓളം കുളങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് കണക്ക്. ഒരു മിഷനായി തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. ഇനിയും ഒട്ടേറെ നമുക്ക് മുൻപോട്ട് പോകാനുണ്ട്. ഇന്ന് മാനവരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിലൊന്ന് ക്ലൈമറ്റ് ചേഞ്ചാണ്. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമുക്ക് അഭിമുഖീകരിക്കാനാവുക, എങ്ങനെയാണ് നമുക്കതിനെ തടയിടാനാവുക എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും മാനവരാശിയുടെ നിലനിൽപ്പ് എത്ര കാലം ഉണ്ടാകും എന്ന ഉത്തരത്തിലേക്ക് എത്തുക. അതുകൊണ്ട് മാനവരാശിയുടെ അതിജീവനത്തിനുള്ള മുന്നൊരുക്കമാണ് നമ്മളീ നടത്തുന്നത്. നഷ്ടപ്പോയത് വീണ്ടെടുക്കാനും മുന്നേറേണ്ടടുത്ത് മുന്നേറാനുമുള്ള കൃത്യമായൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഈ കാഴ്ചപ്പാടോടുകൂടി ഇനിയും ഇതിനേക്കാൾ കൂടുതൽ ശക്തമായ വേഗതയിൽ ഇതേ ദിശയിൽ, ഇതേ റോഡ് മാപ്പിൽ നമുക്കിനിയും മുൻപോട്ട് പോകാൻ കഴിയണം. അതിന് കൂടുതൽ നല്ല കാഴ്ചപ്പാടുകൾ, ആത്മവിശ്വാസവും പകരാൻ കഴിയുന്ന ഒരു കോൺക്ലേവായി ഇത് മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെറ്റ് സീറോ കാർബൺ പദവി കൈവരിച്ച മറ്റ് സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വിതരണം ചെയ്യും. സ്ഥാപനങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, ചിതറ, കൊല്ലം. ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ, ഷൊർണൂർ, പാലക്കാട്. അടുത്തതായി GLPS കൂടാലി, കോഴിക്കോട്.
പച്ചപ്പിലേക്കൊരു ജനകീയ പാത പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നതിനായി കില എക്സിക്യൂട്ടീവ് ജനറൽ എ നിസാമുദ്ദീൻ ഐസ് സാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങാനായി പരിസ്ഥിതി ഡയറക്ടറെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ എ റഹീമിന് പിരപ്പമൺകാട് കർഷക കൂട്ടായ്മ നൽകുന്ന പിരപ്പമൺകാട് അരി. ലെറ്റ് മീ ഇൻവൈറ്റ് ശ്രീമതി രുചിക അദ്രാൽ ഫോർ ഫെലിസിറ്റേഷൻ അഡ്രസ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. Honorable dignitaries on the dais, respected representatives of the Government of Kerala, distinguished experts, practitioners, member of the civil society, ladies and gentlemen, a very warm welcome and good morning, good afternoon rather, to everyone. It is my absolute pleasure to participate in the Haritha Keralam Mission Environment Summit 2026, organized by the Government of Kerala. On behalf of Ministry of Environment, Forest and Climate Change, Government of India, I would like to commend the initiatives taken by the State of Kerala and for convening this timely and important dialogue on environmental sustainability and climate resilience. Kerala, the state, has been long recognized for its strong human development indicators, the vibrant local governance institutions, and the active public participation. In the recent years, the state has also emerged as a leader and a steward in environmental sustainability and climate considerations into its developmental trajectory. The initiatives undertaken the Haritha Kerala mission as part of Nav Kerala Parma Padadi demonstrate how climate action can be embedded within everyday governance and service delivery. Today, climate change poses complex and interconnected risks for Kerala, which ranges from extreme rainfall, floods, heat stress, coastal erosion, landslides, and water scarcity. These risks are directly impacting the economy of the state. It is affecting the agriculture. It is affecting the fisheries, livelihood, health, infrastructure, and ecosystems. In this context, it is increasingly evident that climate adaptation is not a future concern. It is the present developmental necessity. While mitigation, the climate mitigation, remains essential for addressing the long-term causes of climate change, adaptation is critical for protecting the lives, livelihoods, and developmental gains that we have achieved in last couple of decades. India's climate approach therefore places growing emphasis on strengthening adaptive capacity, reducing vulnerability, and building resilience, particularly at the state and the local level. This is where the State Action Plan on Climate Change, or the SAP-CCs that we call, assume a particular importance. They are intended not just to serve as a policy document, but the operational framework that integrate climate risk into sectoral planning and public investment. Going forward, it is important that the SAP-CCs deepen their focus on adaptation by mainstreaming climate considerations across agriculture, water, urban development, health, disaster management, and coastal planning by aligning the district-level priorities with the developmental programs. Kerala's experience offers a valuable insight in this regard. The state has demonstrated how adaptation can be advanced through convergence-based approaches rather than standalone climate projects. The initiatives such as water budgeting at the local government level, the stream and watershed rejuvenation, the decentralized waste management in ecosystem restoration illustrate how climate resilience can be strengthened through existing institutional mechanisms. Programs like Haritha Karma Sena, which supports the decentralized waste management and green livelihoods, campaigns such as Mapathan Kerala,
which have enhanced understanding of the local water systems, are examples of how data, community, participation and governance can come together to support the adaptive outcomes. And a defining feature for the Kerala's climate response is its strong emphasis on locally led adaptation. The role of local self-government institutions, community organizations, and women and youth groups in planning and implementation has been central to states' environmental initiatives. Equally important is Kerala's rich tradition of indigenous and traditional knowledge. Practices related to water management, mixed cropping systems, coastal livelihoods, and ecosystem stewardship have enabled communities to cope up with the climatic variability across generations. As we move forward, there is a strong case for combining this traditional wisdom with modern science, climate data, and technology to design adaptation solutions that are both effective and culturally grounded. Platforms such as this summit can play a crucial role in fostering the center-state collaboration and enhance mutual learning. State-led innovations and experiences are vital into national frameworks, including the National Adaptation Plan that is being developed by the Ministry of Environment, Forest and Climate Change. We hope to release this plan within this financial year, and we look forward to states incorporating the guidance from the National Adaptation Plan to the SAP-CCs. I'm confident that the deliberations over the next few days in this summit will generate invaluable insights on strengthening adaptation planning, implementation, and governance. Once again, I congratulate the Government of Kerala for its leadership and commitment, and I wish Harit Kerala National Environment Summit a great success. Thank you everyone. Dhanyavad. ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി റീൽസ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനമാണ് ഇനി നൽകുന്നത്. സമ്മാനം വിതരണം ചെയ്യാനായി ശ്രീ സുനിൽ പാമിടി IFS ഡയറക്ടർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനം സ്വീകരിക്കാനായി ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയത് ആൻ്റണി VD, 2-ാം സ്ഥാനം നേടിയത് KB വിജയൻ, 3-ാം സ്ഥാനം നേടിയത് ശ്രീ പ്രമോദ്. പ്രോത്സാഹന സമ്മാനം 2 പേർക്കാണ്. ആദ്യത്തേത് അരവിന്ദൻ മണലി, ശ്രീ സുനിൽ കൂഴൂർ. പ്രകൃതി സംരക്ഷണത്തിൻ്റെ നേർക്കാഴ്ചകൾ ഒപ്പിയെടുത്ത ചിത്രങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത്. റീൽസ് മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം നേടിയത് നാസർ എടപ്പാൾ. ശ്രീ സുനിൽ പാമിടി IFS അവർകളെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രസംഗിക്കാൻ തയ്യാറായിട്ട് വന്നതല്ല, എന്നാലും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു ശില്പശാലയിൽ പങ്കെടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ സംസാരിച്ച ചില കാര്യങ്ങൾ ഇവിടെയും പ്രസക്തി ആയതുകൊണ്ട് ഇവിടെയും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് മോഡൽ. ഒരു 30 വർഷം മുമ്പ് വേസ്റ്റ് ഒരു പ്രശ്നമല്ലായിരുന്നു. കഴിഞ്ഞ 30 വർഷത്തിനിടയിലാണ് വേസ്റ്റ് നമുക്കൊരു പ്രശ്നമായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10-15 വർഷത്തിൽ ആണ് വേസ്റ്റ് കൂടുതൽ പ്രശ്നമായിട്ട് രാജ്യം മുഴുവൻ ഏറ്റെടുത്തത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. പക്ഷേ കേരളം ഒരു മുൻപങ്ക്തിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അപേക്ഷിച്ച് കാണുമ്പോൾ. വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കേരളം ഒരു റോൾ മോഡലായിട്ട് മാറിയിട്ടുണ്ട്. അതിന് കാരണം നമ്മളുടെ ഹരിത കർമ്മസേനകൾ, ഡോർ ടു ഡോർ കളക്ഷൻ ചെയ്യുന്ന ഈ വുമൻ ലെഡ്, വനിതകൾ നയിക്കുന്ന ഹരിത കർമ്മസേനകളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ വേസ്റ്റ് ഒരു മോഡലായിട്ട് മാറാനുള്ള കാരണം തന്നെ ഹരിത കർമ്മസേനകളാണ്.
അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരുപാട് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തു, വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മളുടെ ഒരു റോൾ മോഡലായിട്ട് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇനിയും ഭാവിയിലേക്ക് കാണുമ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾക്ക് ഇനിയും ചെയ്യാനുള്ളത്, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അതിനുള്ള മാൻ പവർ ഉണ്ട്. പക്ഷേ ഈ വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കണ്ടിന്യൂസ് ഈ ചെയ്തതിൻ്റെ ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്നായിരുന്നു ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. ട്രിവാൻഡ്രം മുനിസിപ്പൽ കോർപ്പറേഷൻ റീസൈക്കിൾ ചെയ്ത വേസ്റ്റിനെ കൊണ്ട് അതിന് EPR ക്രെഡിറ്റ്സ് എന്ന് പറയും. ആ ക്രെഡിറ്റ്സ് അവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതായത് കിട്ടിയ പ്ലാസ്റ്റിക്കിനെ കൊണ്ട് സിമെൻറ്റ് ഫാക്ടറിയിലേക്ക് സപ്ലൈ ചെയ്ത് അത് റീസൈക്കിൾ ചെയ്ത് സിമെൻറ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ക്രെഡിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ ഒരു മോണിറ്റൈസേഷൻ ഓഫ് വേസ്റ്റ് ഒരു ബേർഡൻ അല്ലാതെ വേസ്റ്റ് എസെറ്റായിട്ട് എങ്ങനെ മാറ്റണം എന്നുള്ളത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഭാവിയിൽ കാരണം പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മോണിറ്റൈസേഷൻ മോഡൽ ഉണ്ടെങ്കിലേ ഇതൊരു സസ്റ്റൈനബിൾ ഇനിഷ്യേറ്റീവായിട്ട് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി കാർബൺ ന്യൂട്രാലിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ മുമ്പ് സംസാരിച്ച സ്പീക്കേഴ്സ്. നമ്മൾ മീനങ്കാടിൽ തുടങ്ങിയ ഒരു എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനുള്ള കാർബൺ ന്യൂട്രാലിറ്റിയുള്ള പ്ലാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രം ജില്ലയിലെ കാട്ടാക്കട നിയോജക മണ്ഡലം അതിന് ഒരു കാർബൺ ന്യൂട്രാലിറ്റി പ്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അത് ഓരോ ലോക്കൽ ലെവലിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ സംസ്ഥാനം മുഴുവൻ 2050 അല്ലെങ്കിൽ അതിനു മുമ്പ് കാർബൺ ന്യൂട്രലായിട്ട് മാറാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കുന്നു. താങ്ക് യു. ആശംസാ പ്രസംഗത്തിനായി കില ഡയറക്ടർ ജനറൽ ശ്രീ A. നിസാമുദ്ദീൻ IAS അവരുടെ സാദരം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ TN സീമ മാഡം, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാനും ഈ വേദിയിൽ സംസാരിക്കേണ്ട ആളല്ല. കാരണം നാളെ രാവിലെ വീണ്ടും സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ടീച്ചറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി 2 വാക്ക് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ കോൺഫറൻസ് അല്ലെങ്കിൽ ഈ സമ്മേളനം ഏറ്റവും അനുയോജ്യമായ സമയത്താണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതിനിധികളായും പ്രസിഡന്റുമാരായും അധ്യക്ഷന്മാരായും എത്തിച്ചേർന്ന ജനപ്രതിനിധികളുടെ മുമ്പാകെ കഴിഞ്ഞ 10 വർഷക്കാലം അല്ലെങ്കിൽ 2 ഭരണസമിതിയുടെ കാലാവധിയിൽ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്ന് വിശദീകരിക്കാനാണ് ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയമാണ് ഹരിത കേരള മിഷൻ കഴിഞ്ഞ 10 വർഷക്കാലം നേടിയെടുത്തിട്ടുള്ള ഈ നേട്ടങ്ങൾക്കെല്ലാം. ഇതുമായി വളരെ അടുത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇതിൻ്റെ വിവിധ മേഖലകളിലെ ഇടപെടലുകൾ, കൺസെപ്റ്റ് നോട്ട് ഉണ്ടാക്കുന്ന കാലം മുതൽ പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടങ്ങളിൽ വിശിഷ്യ 1-2 പ്രത്യേക പദ്ധതികൾക്ക് ഒരു ചെറിയ ഇടപെടൽ കൂടി നടത്താൻ കഴിഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്താണ് ഹരിത കേരള മിഷൻ വിഭാവന ചെയ്തത്, കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഒരു കൺസെപ്റ്റ് നോട്ടിൽ തയ്യാറാക്കുമ്പോൾ എന്താണോ സ്വപ്നം കണ്ടത്, ആ സ്വപ്നം 10 വർഷം പിന്നിടുമ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണോ മിഷൻ്റെ ഉദ്ദേശം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാവരെയും, ഈ ഹാളിലിരിക്കുന്ന മുഴുവൻ പേരുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഹരിത കേരള മിഷൻ, ഞാൻ എപ്പോഴും എല്ലാ വേദികളിലും പറയുന്നത്, ഇതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ആരെല്ലാം കയറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹരിത കേരള മിഷൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനമല്ല. ബഹുമാനപ്പെട്ട പുതിയ ജനപ്രതിനിധികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഹരിത കേരള മിഷൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനമല്ല. നമ്മളെല്ലാവരും ചേരുമ്പോഴാണ് ഹരിത കേരള മിഷൻ. അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒപ്പം പ്രവർത്തിക്കുന്ന വിവിധ വികസന വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ, അവിടെയുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ, ഇവരെല്ലാവരും ചേരുമ്പോഴാണ് ഹരിത കേരള മിഷൻ ആകുന്നത്.
രാവിലെയുള്ള പ്രസൻറ്റേഷനാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇനി ഞാൻ ഒഴുകട്ടെ എന്നൊരു ക്യാമ്പയിൻ നിങ്ങൾ എടുത്തു നോക്കൂ. അതാരും ഒറ്റയ്ക്ക് ചെയ്തതല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അവിടെയുള്ള സാങ്കേതിക സമിതിയുടെ നിർദ്ദേശാനുസരണം ഏത് തോടുകളാണ് എടുക്കേണ്ടതെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തി കണ്ടെത്തിയ ആ തോടിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ അവിടെയുള്ള ജനകീയ മൂവ്മെൻ്റാക്കി അതിനെ മാറ്റി ആ ജനകീയ മൂവ്മെൻറ്റിനകത്ത് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും പങ്കെടുത്തുകൊണ്ടാണ് നമുക്ക് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിൻ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചത്. പച്ചത്തുരുത്ത് ഞാൻ ഓരോന്നെടുത്ത് പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഈ കോൺഫറൻസിൽ എന്താണോ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലാക്കിയത് അതിൻ്റെ തുടർച്ചയുണ്ടാകുന്നതിനും ആ തുടർച്ചയുണ്ടാകുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കാനുമാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി ഈ ഹാളിലെ 2 വിവിധ വേദികളിലായി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേരളം പല കാര്യങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് തയ്യാറാക്കിയിട്ടുള്ള രാജ്യത്തെ ഏക സംസ്ഥാനം അത് കേരളമാണ്. കേരളത്തിലെ 268 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതിനോടകം ലാബ് സീപ്സി നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷക്കാലം കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നീർത്തര മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ ഒരു വലിയ അടിത്തറ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പ്രിയപ്പെട്ട ജനപ്രതിനിധികളോട് വീണ്ടും അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പഞ്ചായത്തുകളിൽ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ രേഖകൾ പരിശോധിക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. ആ പരിശോധന നടത്തേണ്ടത് ഇന്നും നാളെയുമായി അല്ലെങ്കിൽ മറ്റന്നാളുമായി നടക്കുന്ന ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്കിലെ പേജുകളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ശാസ്ത്രീയമായി നമ്മുടെ പ്രദേശത്ത് നിന്ന് നടപ്പിലാക്കാൻ നമുക്കൊരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും. ആ സംവിധാനത്തിൽ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ചേർന്ന് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ 10 വർഷക്കാലം നേടിയെടുത്തതിനേക്കാൾ ഇരട്ടി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ നമ്മൾ പിച്ച വെച്ച് പഠിക്കുകയായിരുന്നു. ഇതൊരു മുൻ മാതൃകയില്ലാതെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും നടപ്പിലാക്കാത്തൊരു പദ്ധതിയായിരുന്നു ഹരിത കേരള മിഷൻ. അതുകൊണ്ട് തന്നെ ഒരു മുൻമാതൃകയില്ലാത്ത പദ്ധതി എന്ന നിലയിൽ അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവമുണ്ട്. എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത്, എന്തൊക്കെയാണ് അതിലുണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ, അതെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്, എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിന് മുൻപന്തിയിലേക്ക് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് വികസന വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, കൺവേർജൻസ് എന്ന വാക്കിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ കൺവേർജൻസ് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എവിടെയാണോ നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ ഹരിത കേരള മിഷൻ്റെ പദ്ധതികളിനകത്താണ്. ഏകദേശം 6-7 വകുപ്പുകൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിരുന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റെടുക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങളെ വിശകലനം ചെയ്യണം. ആ വിശകലനം ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാനുള്ളൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഈ കോൺഫറൻസിൽ നമ്മളെല്ലാവരും നമ്മുടെ ആശയങ്ങൾ കൂടി പങ്കുവയ്ക്കുക. ആ രീതിയിൽ നമുക്കിതിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ മെച്ചപ്പെടുത്തി വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ, കൂടുതൽ ഒത്തൊരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കാൻ അവസരം തന്ന സംഘാടകരോട് നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു. ആശംസാ പ്രസംഗത്തിനായി CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് P. സാമുവൽ അവരെ സ്നേഹാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സീമ ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ജനപ്രതിനിധികളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷങ്ങളായി വെള്ളം, വൃത്തി, വിള എന്നീ 3 മേഖലകളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നമ്മുടെ സംസ്ഥാനത്തെ, രാജ്യത്തെ തന്നെ പരിസ്ഥിതി മേഖലയിൽ ഏറ്റവും മുന്നേറുന്ന സംസ്ഥാനങ്ങളൊന്നായി മാറ്റാനും ഹരിത കേരള മിഷന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥാപനത്തിന് CWRന് 2 മേഖലകളിലാണ് ഹരിത കേരള മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ലഭിച്ചത്. 1 ജല ബഡ്ജറ്റ് തയ്യാറാക്കാൻ, 2 കാർബൺ ന്യൂട്രൽ കേരളം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 2050 കേരളത്തെ കാർബൺ ന്യൂട്രലാക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള ചട്ടക്കൂടുകളും രീതിശാസ്ത്രവും തയ്യാറാക്കുക. ആദ്യത്തേത് വാട്ടർ ബഡ്ജറ്റാണ്. നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും, രാജ്യത്തെ വാട്ടർ ബഡ്ജറ്റുകൾ തയ്യാറാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാട്ടർ ബഡ്ജറ്റുകൾ തയ്യാറാക്കിയ ഏക സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. ഏകദേശം 550ഓളം പഞ്ചായത്തുകളിൽ വാട്ടർ ബഡ്ജറ്റുകൾ തയ്യാറായി കഴിഞ്ഞു. ഭാഗികമായി തയ്യാറായതും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഏകദേശം 800ഓളം പഞ്ചായത്തുകളിൽ ജല ബഡ്ജറ്റുകൾ തയ്യാറായി കഴിഞ്ഞു. അതിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം നമ്മൾ തയ്യാറാക്കിയ രീതിശാസ്ത്രം, നമ്മൾ തയ്യാറാക്കിയ ചട്ടക്കൂട്, അത് നമ്മുടെ രാജ്യത്തെ നയ ആശയ രൂപീകരണത്തിന് ചുക്കാൻ പിടിക്കുന്ന നീതി ആയോഗ്
അനുവർത്തിക്കുകയും അതിനെ അവലംബമാക്കി അവർ കഴിഞ്ഞ നവംബർ 19-ന് രാജ്യവ്യാപകമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കാനുള്ള ഒരു മാർഗരേഖ പുറത്തിറക്കുകയും ചെയ്തു. ആ മാർഗരേഖയിൽ 3ഓളം സ്ഥലങ്ങളിൽ ഹരിത കേരള മിഷനെക്കുറിച്ചും CWMനെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. കേരളം അവലംബിച്ച ആ രീതിശാസ്ത്രം അനുസരിച്ചാണ് രാജ്യത്ത് ആസ്പിറേഷണൽ ബ്ലോക്കുകളായ ഏറ്റവും കൂടുതൽ ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന 25 ബ്ലോക്കുകളിലാണ് ഈ പരിപാടി ആദ്യം തുടങ്ങുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന് മാതൃകയാകാണ്. അപ്പോൾ അതേപോലെ തന്നെ കാർബൺ ന്യൂട്രൽ എന്നുള്ള മഹത്തായ കാൽവെപ്പിലേക്കും നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് 2070 നമ്മുടെ രാജ്യം നെറ്റ് സീറോ രാജ്യമാകുമെന്നുള്ളതാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അതിന് 20 വർഷം മുമ്പ് 2050 നമ്മുടെ സംസ്ഥാനം കാർബൺ ന്യൂട്രൽ കേരളമാകും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും മുമ്പേ നടക്കുന്ന സംസ്ഥാനം തന്നെയാണ് നമ്മുടെ സംസ്ഥാനം. ആ ഒരു വലിയ കുതിച്ചുചാട്ടത്തിൽ, ആ ഒരു വലിയ പ്രയാണത്തിൽ ദീപശിഖ വഹിക്കുന്നത് ഹരിത കേരള മിഷനാണ്. എല്ലാവിധ ആശംസകളും ഇനി വരുന്ന വർഷങ്ങളിലും ഹരിത കേരള മിഷൻ്റെ വളരെ പുരോഗമനമായ ഈ പ്രവർത്തനങ്ങൾ തുടരാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. ചടങ്ങിൽ കൃതജ്ഞത പറയുന്നതിന് നവകേരളം കർമ്മ പദ്ധതി അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീ TP സുധാകരൻ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഉദ്ഘാടന സെഷൻ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ സെഷൻ വളരെ കാര്യമാത്ര പ്രസക്തമായ നിർദ്ദേശത്തോടുകൂടി നമ്മുടെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്ത സമാരാധ്യനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് റഹീം MP ആണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ സജീവ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ MP-ക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ തന്നെയും ഏൽക്കുകയും ഇന്നും രാവിലെയും വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്ന മന്ത്രിമാരുണ്ട് ബഹുമാനപ്പെട്ട. പക്ഷേ ഇന്ന് നിയമസഭ കൂടി നടക്കുന്നത് കൊണ്ട് പലർക്കും വരാൻ പറ്റാത്ത അസൗകര്യം ഇടയ്ക്കുള്ള സമയത്തൊക്കെ ബഹുമാനപ്പെട്ട ടീച്ചറോട് വിളിച്ച് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, അതുപോലെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മന്ത്രി, ബഹുമാനപ്പെട്ട ശ്രീ P പ്രസാദ് മിനിസ്റ്റർ, ഇവരെല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തുടക്കം മുതൽ മാത്രമല്ല നമ്മുടെ ദേശീയ തലത്തിലുള്ള എക്സ്പേർട്സ് എല്ലാം തന്നെ ഇവിടെ പങ്കെടുക്കുന്നതിന് പ്രധാനം അദ്ദേഹത്തിൻ്റെ സജീവമായിട്ടുള്ളൊരു നേതൃത്വമാണ്. വരുമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞാണ്. നാളെ നടക്കുന്ന റൗണ്ട് ടേബിൾ ഡിസ്കഷനിലും അദ്ദേഹം വരും. അദ്ദേഹം അറിയിക്കുകയുണ്ടായി. തിരക്കുകൊണ്ടാണ് വരാതിരിക്കുന്നതെന്ന് അറിയിച്ചു. ബഹുമാനപ്പെട്ട ശ്രീ ജയതിലക് IAS നമ്മുടെ ചീഫ് സെക്രട്ടറിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ശിവൻകുട്ടി മിനിസ്റ്റർ പൂർണ്ണമായിട്ട് ഉള്ള സമയത്ത് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹവും നിയമസഭയുമായി ബന്ധപ്പെട്ടൊരു തിരക്കുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് അറിയിച്ചു. ശിവൻകുട്ടി മിനിസ്റ്ററോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടുത്തെ സ്ഥല MLA കൂടിയായ ശ്രീ VK പ്രശാന്ത്, അദ്ദേഹവും വരാമെന്ന് പറഞ്ഞതാണ്. അത് നാളെയുള്ള ദിവസങ്ങളിൽ വരും. അദ്ദേഹത്തോടും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീമതി രൂചിക ദ്രാൽ നമ്മുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. ഡെപ്യൂട്ടി സെക്രട്ടറിക്കുള്ള നന്ദിയും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഡോക്ടർ വീണ മാധവൻ IAS ഇവിടെ ഉണ്ട്. നമ്മുടെ എല്ലാ പരിപാടികളിലും സജീവമായിട്ട് നമുക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വകുപ്പിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. TV അനുപമ IAS നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇന്ന് രാവിലെ അദ്ദേഹം ഡൽഹിക്കൊരു മീറ്റിങ്ങിന് പോകേണ്ടി വന്നു. വൈകുന്നേരം തിരിച്ചെത്തും. നാളെയും മറ്റന്നാളും പൂർണ്ണമായും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ടാണ് പോയത്. അനുപമ മേഡത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഡോക്ടർ ദിവ്യ S. അയ്യർ അതുപോലെ തന്നെ പറഞ്ഞതാണ്. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പദ്ധതി നിർവഹണ വിലയിരുത്തൽ വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീ മുഹമ്മദ് ഷഫീഫ് IF ഉണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിസാമുദ്ദീൻ സാറ് ഇവിടെ നമ്മൾ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ CWRDMൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് സാഹു സാർ ഇവിടെ പങ്കെടുക്കുകയും നമ്മളെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. സുനിൽ പാമ്പടി IFS നമ്മുടെ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പിൻ്റെ ഡയറക്ടറാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് കൂടെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്.
അതുപോലെ MGNRESൻ്റെ മിഷൻ ഡയറക്ടർ വരുമെന്ന് അറിയിച്ചു. അദ്ദേഹത്തോടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ്. രഞ്ജിത്ത് IAS ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ഈ മേഖലയിലെ വിദഗ്ധരുണ്ട്, അതുപോലെ മാധ്യമപ്രതിനിധികളുണ്ട്. എല്ലാവർക്കുമുള്ള നന്ദി ഒന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.